വെൽക്കം ടു സ്മൂത്ത് വൈബ്സ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതിലേക്കായിട്ട് ഒരു സവോള ഈ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളക് നീളത്തിൽ കീറി അരിഞ്ഞു വയ്ക്കുക. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതേ വലുപ്പത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ 2 കളറിലുള്ള ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞു വയ്ക്കുക. ഇതിലേക്കായിട്ടൊരു 200 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തേക്കണേ. ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കണേ. അപ്പോൾ അത് നന്നായി വൃത്തിയായി കഴുകി എടുത്ത് വെച്ചത്. ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് വേണം. പിന്നെ സോയാ സോസ് പിന്നെ ഷുഗർ ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ മുളക് പൊടി, കുറച്ച് കുരുമുളക്. പിന്നെ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മിക്സ് ഉണ്ടാക്കണം. അപ്പോൾ ഈ മിക്സ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതാണ്. ഇനി നമ്മളിത് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നമ്മൾക്ക് കോൺഫ്ലോറും അതുപോലെ മൈദപ്പൊടിയൊക്കെ ചേർക്കുക ഈ ഗോതമ്പ് പൊടിക്ക് പകരം. എനിക്ക് പക്ഷേ ഗോതമ്പ് പൊടി യൂസ് ചെയ്തപ്പോഴും ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓണാക്കി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ ഓരോ പീസായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മാരിനേറ്റ് ചെയ്ത നമ്മുടെ ഈ മിക്സിൻ്റെ ബാക്കിയില്ലേ, അത് കളയരുത്. അത് നമ്മൾ അവിടെ എടുത്ത് വെക്കണം. അത് നമുക്ക് ആവശ്യം വരും ഇനി ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഒരു സൈഡായി വരുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി ഒരു പുതിയ പാൻ എടുത്ത് വയ്ക്കുക. ഇനി സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമ്മൾ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ആ ടൊമാറ്റോ പേസ്റ്റ് ഒരു 2.5 ടേബിൾ സ്പൂൺ വീതം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ടൊമാറ്റോ സോസ് ആണെങ്കിൽ അതൊരു 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ
മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര. എൻ്റെ അടുത്ത് ബ്രൗൺ ഷുഗറാണ് ഉള്ളത്, അതുകൊണ്ട് ഞാനൊരു ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ. നിങ്ങൾ സാധാ ഷുഗറാണെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി നമ്മളവിടെ മാറ്റി വെച്ച ആ മാരിനേറ്റ് ചെയ്ത ചിക്കൻ്റെ മിക്സില്ലേ, അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി നമ്മൾ ഈ വഴറ്റി വെച്ച ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുന്ന വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടി ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ സെലറി ലീവ്സൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണിത്. അപ്പോൾ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.